ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫൊക്കെ എടുത്ത് ചെറിയ പീസുകളായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീഫിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരൽപ്പം ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് അത് വെച്ച് അതിനുശേഷം നമുക്കത് ഒരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു 5-8 വിസിലടിച്ചൊന്ന് വേവിക്കണം. സാധാരണ ഇറച്ചിക്കറി വെക്കുന്നതിൻ്റെ അത്രയും വേവ് തന്നെ വേണേ. ഒരു 8 വിസിലൊക്കെ അടിച്ചാൽ മതിയാവേ. അപ്പോൾ ഒരു കുക്കറിലേക്ക് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് വെന്ത് ഇനി നമുക്കതൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിലുള്ള വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കണേ. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ.
അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബീഫ് ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണയുടെ ബാലൻസ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത എണ്ണ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. പല രീതിയിൽ കൂടി ഓരോരുത്തരിടും, പക്ഷേ ഈ ഒരു രീതി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെമ്മി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.